യെസ് ഗൈസ്, വാഴ 3 വരെയാണ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പുറത്തു വന്നിരിക്കുന്നു. വാഴ 2 150 കോടി രൂപ കളക്ഷൻ എത്തി നിൽക്കുന്ന സമയത്താണ് വാഴ 3യുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നത്. ഗ്രേറ്റ് ടൈം, ഗ്രേറ്റ് മൂവ്മെന്റ്, കൃത്യമായ ഫ്ലോയിൽ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഓഡിയൻസ് എല്ലാം തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് തന്നെ വാഴ 3 വരെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ വിപിൻ ദാസ് ഇട്ടൊരു പോസ്റ്റിൽ തന്നെ ഇതിൻ്റെ ഒരു ഹിന്റ് ഉണ്ടായിരുന്നു, ഇന്ന് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന്. ആൻഡ് ഇറ്റ്സ് ഒഫീഷ്യലി അനൗൺസ്ഡ്. പിന്നെ വാഴയുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എല്ലാത്തിലും ഡയറക്ടർമാർ മാറുമെന്നുള്ളതാണ്. ആനന്ദ് മേനൻ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സവിൻ, അത് കഴിഞ്ഞത് ഇപ്പോൾ വിശ്വൻ ശ്രീജിത്ത് എന്നാണ്. വിശ്വൻ ശ്രീജിത്ത് വിപിൻ്റെ കൂടെ തന്നെ അസോസിയേറ്റ് ആയിട്ട് നിന്നതാണ്. വാഴ 2ൻ്റെ ഫസ്റ്റ് അസോസിയേറ്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ ആ ടീമിൽ തന്നെ ഉള്ളവർക്ക് എല്ലാവർക്കും ചാൻസ് കൊടുക്കുന്നത് ബ്രില്യൻ മൂവ്, ഗ്രേറ്റ് മൂവ്, നല്ല രസമുണ്ട് ഇങ്ങനെ ബാറ്റൺ ഇങ്ങനെ കൈമാറി വരുന്നത് കാണാൻ. സോ ഇതിനകത്ത് ഒരു പ്രത്യേകത വെച്ചാൽ ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ്, ആ ജെൻഡർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അങ്ങനെ ഒരു റിപ്പോർട്ടുകൾ, റൂമറുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് ആയി, ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് ആയി, അതായത് ബയോപിക് ഓഫ് എ ബില്യൺ ഗേൾസ് എന്നുള്ളത്. കാസ്റ്റ് ഒന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. ഡയറക്ടർ വിശ്വൻ ശ്രീജിത്ത്, റൈറ്റർ ഇസ് ഓബ്വിയസ്ലി വിപിൻ ദാസ്. WPTSൻ്റെയാണ് പ്രൊഡക്ഷൻ. ഇമാജിൻ സിനിമാസ് ഉണ്ട്, ഷൈൻ സ്ക്രീൻസ് ഉണ്ട്, ഐക്കൺ സിനിമാസ് ഉണ്ട്, സിഗ്നേച്ചർ മൂവീസ് ഉണ്ട്. ഇവരെല്ലാം തന്നെയാണ് വാഴയുടെ ഒരു ടീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കമ്പനി എല്ലാവരും ഉണ്ട്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൽ വിപിൻ ദാസ്, ഹാരിസ് ദേസും, PB അനീഷ്, സൗകരാവതി, ആദർശ് നാരായണ, ഐക്കൺ സ്റ്റുഡിയോസ് തന്നെയാണ് നിൽക്കുന്നത്. മ്യൂസിക് സൂപ്പർവിഷൻ അങ്കിത് മേനോൻ തന്നെയാണ്. അങ്കിത്താണ് മ്യൂസിക് സൂപ്പർവിഷൻ നിൽക്കുന്നതെങ്കിൽ പോലും ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ വാഴ 2ലേക്ക് അവർ കൊണ്ടുവന്നിരുന്നു. മേജർ സൂപ്പർവിഷൻ നോക്കുന്നത് അങ്കിത് ആണെങ്കിൽ പോലും ഏകദേശം ഒരു 9-10ഓളം മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ആ സിനിമ വർക്ക്, ഇമോഷണലി എല്ലാവർക്കും വർക്ക്. ഏകദേശം 150 crores കഴിഞ്ഞത് ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിനിമ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാളെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ പുതിയ റിലീസുകളൊക്കെ വരുന്നുണ്ട്. ഇനി സ്ക്രീൻ കുറയ്ക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദിസ് പോസ്റ്റ്. നമുക്ക് വിപിൻ ദാസിൻ്റെ പോസ്റ്റിലേക്ക് ഡയറക്റ്റ് ഒന്ന് പോവാം. The Vada franchise has grown into something far bigger than we ever imagined, thanks to all the love you have given us. അത് എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ലൈനായിട്ട് തോന്നി. കാരണം വാഴ ഇത്രയും വലുതായിട്ട് വളരുമെന്ന് അവർ പോലും ചിന്തിച്ചിട്ടില്ല എന്ന് പറയുന്നതിനകത്തൊരു ഫാക്റ്റ് ഉണ്ട്. ഇത്രയും വലിയൊരു ഗ്രോത്ത് വാഴയ്ക്ക് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല. We launched Vada with the intention of introducing fresh talent to cinema, and we are committed to carrying that legacy forward in all the future chapters എന്നുള്ളതാണ്. അപ്പോൾ വാഴ 3ഉം 4ഉം 5ഉം ഒക്കെ ഉണ്ടാവുമെന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. This is the only franchise where the door is always open, whether you want to write, direct, act or compose. എന്നതും കൂടിയിട്ടുണ്ട്. While the title and the audience remain our constant pillars, the faces in front of and behind the camera will always represent the next generation of cinema. വ്യക്തമാണ്. അത് വാഴയുടെ ഐഡിയ മുഴുവൻ വ്യക്തമാണ്. എല്ലാം പുതു ടാലൻസ്, പുതുതലമുറ, അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാസ്റ്റ്, ഡയറക്ടറിംഗ് ടീം, റൈറ്റിംഗ് ടീം എല്ലാം പുതിയ ആളുകൾ. ആ രീതിയിൽ തന്നെയാണ് അവർ പോകുന്നത്. Driven by your overwhelming response and suggestions, we are thrilled to announce Vada 3, Biopic of a Billion Girls എന്നുള്ളതാണ്. അപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയ സ്ത്രീകളെ വെച്ചിട്ടായിരിക്കുമോ ഇത് അറിയില്ല. അതോ ഇനി എല്ലാം പുതുമുഖങ്ങളായിരിക്കുമോ എന്നതും അറിയില്ല. സോ ജെൻഡർ ഒന്ന് സ്വാപ്പ് ചെയ്ത് സ്ത്രീകളെ കൊണ്ടുവരികയാണ് ലീഡ് റോളായിട്ട് എന്നത് എടുത്തു പറയണം. Like always, the directorial baton passes to Vishwan Srijit, who has been a vital part of my direction team. Production is set to begin by next year. അടുത്ത വർഷമായിരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. We know it's a long wait, but we promise to make it worth it. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികളും സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സും എല്ലാം ബൈ ദി എൻഡ് ഓഫ് 2026 നടത്തിയിട്ട് 2027 ആകുമ്പോഴേക്കും പ്രൊഡക്ഷനിൽ കയറാനായിരിക്കും സാധ്യത എന്നാണ് ഈ പോസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നത്. NB. Please hold off on spreading portfolios or work samples for now. Once the script is locked, we will conduct open auditions for everyone. So കാശൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓഡീഷൻസ് ഉൾപ്പെടെ എല്ലാം നടത്താനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതേ ഉള്ളൂ. Once again, thank you for making us proud. You are the heartbeat of this franchise. Love you all. So വർക്ക് സാമ്പിൾസ് ഒന്നും തൽക്കാലത്തേക്ക് അയക്കേണ്ട. സ്ക്രിപ്റ്റ് ലോക്കായി കഴിഞ്ഞാൽ ഓപ്പൺ ഓഡീഷൻ നടത്തുമെന്നുള്ളത് വിപിൻ ദാസിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓവർഫ്ലോയിങ് വിത്ത് കോമൻസ്. ഇഷ്ടംമാതിരി കമൻസ് ആണ് ഈ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത്. ഒരുപാട് കമൻസ്. വാഴയെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. സിനിമ ഫ്രട്ടേണിറ്റിയിൽ നിന്നും അല്ലാണ്ടുമൊക്കെ ആയിട്ട് ഒരുപാട് കോമൻസ് വരുന്നുണ്ട്. സോ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇതിന് നെഗറ്റീവായിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫീമെയിൽ സെൻട്രിക് ആയിട്ട് എന്തിനാണ് പോകുന്നത്, ഹാഷറിൻ്റെ കഥ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ പോരെ എന്നുള്ളത്. ഫീമെയിൽ സെൻട്രിക് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പലർക്കും ഇപ്പോഴും ഒരു നെറ്റിച്ചൊളിവ് ഉണ്ടാകുന്നത് എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. വിപിൻ ദാസ് തന്നെ ചെയ്ത ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ വാസ് എ വിമൻ സെൻട്രിക് ഫിലിം. ആ സിനിമ അടിച്ച് ഭിത്തി കയറ്റിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്കറിയാം. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ വാസ് എ ഫീമെയിൽ സെൻട്രിക് ഫിലിം. ഇറ്റ്സ് കോൾഡ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര.
ആ സിനിമ 300 കോടി കഴിഞ്ഞ് കളക്ട് ചെയ്ത സിനിമയാണ്. വേറെ ഒരു മലയാള സിനിമയും നിങ്ങൾ പറയുന്ന ലാലേട്ടൻ, മമ്മൂക്ക ആരായാലും അതിൻ്റെ അടുത്തെത്തിയിട്ടില്ല. എമ്പുരാനായാലും പോലും ഹാസൻ ടച്ച് 300 crores. ഒരേ ഒരു 300 കോടി രൂപ ടച്ച് ചെയ്തിരിക്കുന്ന മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയാണ്, ലെഡ് ബൈ കല്യാണി പ്രിയദർശൻ. സോ ഫാക്ട് ഓഫ് ദ മാറ്റേഴ്സ്, അതൊരു സ്ത്രീകൾ മുന്നോട്ട് വരുന്ന സിനിമയാണോ അല്ലെങ്കിൽ അതൊരു പുരുഷ കേന്ദ്രീകൃത സിനിമയാണോ എന്നുള്ളതല്ല. കണ്ടന്റ് ഉണ്ടോ, മലയാളികൾ അതിന് കൈ നീട്ടി സ്വീകരിക്കും. അതിന് ഏറ്റവും ഒരു 2 എക്സാമ്പിളാണ് ഞാൻ വിപിൻ തന്നെ സംവിധാനം ചെയ്ത ജയയുടെ കാര്യവും പറഞ്ഞത്, ലോകയുടെ കാര്യവും പറഞ്ഞത്. സോ ദിസ് ഇസ് മലയാളം സിനിമ ഇൻഡസ്ട്രി. മലയാളം സിനിമ ഇൻഡസ്ട്രി ഈസ് ഹൈലി അൺപ്രഡിക്റ്റബിൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ലോക പോലൊരു സിനിമ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഫീമെയിൽ സെൻട്രിക് ആയിട്ട് വന്നൊരു പടം 300 കോടി രൂപ അടിക്കുമോ എന്നുള്ളത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ ബിഫോർ ദ റിലീസ്? ഇല്ല. വാഴ എന്ന് പറയുന്ന സിനിമ, വാഴ 2, ബിഫോർ ദ റിലീസ് എന്ത് ഹൈപ്പ് ഉണ്ടായിരുന്നു? ഒരു ഹൈപ്പില്ല. ഹാഷർ ചെയ്യുന്നൊരു പടം, കുറച്ച് സോഷ്യൽ മീഡിയ ആളുകളുള്ളൊരു പടം. വാഴ 1 ശേഷം എന്തിന് വാഴ 2 ഇറക്കുന്നതെന്ന് പറഞ്ഞ ആളുകൾ വരെ ഇവിടെ ഉണ്ട്. സോ എന്നിട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സോ ദിസ് ഫിലിം ഇൻഡസ്ട്രി ഈസ് ഹൈലി അൺപ്രഡിക്റ്റബിൾ. ഒരു കാര്യം ഞാൻ പറയാം, വാഴ 3ക്ക് എന്തും സംഭവിക്കാം. ചിലപ്പോൾ അത് മേജർ സക്സസ്, ഗംഭീരമാകും. ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവും. ഇഫ് ഇറ്റ് ഡസൻറ്റ് ഡെലിവർ ഇറ്റ്സ് പ്രോമിസ്, അത് വീഴാം. അതും സംഭവിക്കാം. ഞാൻ പറഞ്ഞ ദിസ് ഇസ് ഹൈലി അൺപ്രഡിക്റ്റബിൾ ഇൻഡസ്ട്രി. ഇത് ഇവിടെ നിലനിൽക്കണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ഗുഡ് കണ്ടന്റ്. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തു എന്നൊന്നും കാര്യമില്ല. അതിൽ നിങ്ങൾ എന്ത് ചെയ്തു ഇതിൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ ഏത് ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് ഡേ 100 കോടി അവർ എടുത്തിരിക്കും. ലെറ്റ് ബി പ്രഭാസ്, മറ്റേ വിജയ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പവൻ കല്യാൺ ആയിക്കോട്ടെ, ആരായാലും ഫസ്റ്റ് ഡേ 100 കോടി അടിച്ചിരിക്കും. അതിപ്പോൾ ഏത് പടം ആയിക്കോട്ടെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഫസ്റ്റ് ഷോയിൽ ജെനുവിൻ റെസ്പോൺസ് വെച്ച് മാത്രമേ ആ ദിവസത്തെ ഫസ്റ്റ് ഡേയിൽ മോർണിംഗ് ഷോയുടെ അഭിപ്രായം വെച്ചിട്ട് മാത്രമേ ആ ദിവസത്തെ ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും ഫില്ല് ആവുള്ളൂ. അത് ജെനുവിൻ ആയിരിക്കണം, എന്നാൽ മാത്രമേ കേട്ടുള്ളൂ. സോ ദിസ് ഇസ് എ ഹൈലി അൺപ്രഡിക്റ്റബിൾ ഇൻഡസ്ട്രി. ഇവിടെ ഒരു സ്റ്റാർസിനെ വെച്ചിട്ട് പിടിച്ച് നിൽക്കാൻ കഴിയില്ല. ദ കണ്ടന്റ് മാറ്റേഴ്സ്, ദ ഫാക്ട് ഓഫ് ദ മാറ്റേഴ്സ്. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിന് ആരഭിനയിച്ചാലും ഇല്ലെങ്കിൽ നമ്മൾ പോയി കാണും. അത് വ്യക്തമാണ്. അതിനൊരു തിയേറ്ററിക്കൽ സിനിമ വേണം, അതൊരു OTT സിനിമയാണെന്ന രീതിയിൽ മാറില്ല. കണ്ടന്റ് ഉണ്ടെങ്കിൽ ആളുകൾ കയറി കാണും. ചിരിക്കാനുണ്ടെങ്കിൽ ആളുകൾ കയറി കാണും. കരയിപ്പിക്കാനുണ്ടെങ്കിൽ ആളുകൾ കയറി കാണും. ത്രില്ല് ചെയ്യാനുണ്ടെങ്കിൽ ആളുകൾ കയറി കാണും. നല്ല അസല് പീരിയഡ് പടമാണെങ്കിൽ അതും പോയി ആളുകൾ കാണും. ജോണർ മലയാളികൾക്ക് ഒരു പ്രശ്നമല്ല. only thing is that it should be entertained. അത് ബോറടിപ്പിക്കാണ്ട് എൻ്റർടൈൻ ചെയ്ത് തിയേറ്ററിൽ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് 2 മണിക്കൂറോ 2.5 മണിക്കൂറോ 2.25 മണിക്കൂറോ പറ്റുമെങ്കിൽ പോലും നമ്മുടെ അടുത്ത് കാണും. 3 മണി എന്തിന് ദുരന്തർ 4 മണിക്കൂർ ഇവിടെ കേരളത്തിൽ എത്ര ദിവസം ഓടി? എന്തൊരു കളക്ഷനാണ് കേരളത്തിൽ നിന്ന് ദുരന്തർ ഉണ്ടാക്കിയത്. സോ റൺ ടൈം ഡസൻറ്റ് മാറ്റർ ആസ് ലോങ് ആസ് വി ആർ എൻ്റർടൈൻഡ്. നമ്മൾ പോയിരുന്ന് കാണുമെന്നതിൻ്റെ എക്സാമ്പിൾ കൂടിയാണ്. സോ ടോക്കിംഗ് അബൌട്ട് ദിസ്, വാഴ 3ക്ക് ഹ്യൂജ് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. സ്വാഭാവികമാണ്. വാഴ എപ്പോഴും റൂട്ട് ചെയ്തേക്കുന്നത് ജെനുവിൻ ഇമോഷൻസിലാണ്. ആ ഇമോഷൻസ് പിടിച്ചുകൊണ്ട് വാഴ 3ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ്, പിന്നെ വിപിൻ ദാസ് ആണ്, പുള്ളിക്ക് സ്ക്രിപ്റ്റിന് അങ്ങനെ പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഓവർ കോൺഫിഡൻസ് പരിപാടിയൊന്നുമില്ല. ലെറ്റ് ഹിം വർക്ക്, ലെറ്റ് ഹിം കുക്ക് എന്നത് തന്നെയാണ്. ബട്ട് ഭയങ്കര സന്തോഷമുണ്ട് ആ ജെൻഡർ സ്വാപ്പ് ചെയ്തതും. പുതിയ ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയാലും അല്ലെങ്കിൽ ഓഡീഷൻസ് നിന്ന് എടുക്കുന്നവരായാലും ലെറ്റ് ദം കം. അവരെല്ലാവരും വരട്ടെ. ദിസ് ഇൻഡസ്ട്രി ഈസ് ഓപ്പൺ ടു എവ്രി വൺ. അവർക്ക് ഒരു അവസരം കിട്ടട്ടെ വിത്ത് ദ ഗൈഡൻസ് ഓഫ് ദീസ് ഗൈസ്. രസമായിട്ട് അടിപൊളിയായിട്ട് വരട്ടെ. ആൻഡ് വിശ്വൻ ശ്രീജിത്ത്, പുള്ളി വിപിൻ ദാസിൻ്റെ തന്നെ അസോസിയേറ്റ് ആയിരുന്നു, ഫസ്റ്റ് അസിസ്റ്റൻ്റ് എന്തോ ആയിരുന്നു. ഹി വാസ് ഇൻ എ ടീം, അത് വ്യക്തമാണ്. സോ ദാറ്റ്സ് വാഴ 3. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.